അവനും പക്കായിരുന്നു. ആ പഹയനൊക്കെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ആചാനുഭാവം മനുഷ്യനല്ലേ. അവ പഹയ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ലുക്കാണ്. അതുകൊണ്ട് അവൻ്റെ ഒരു ഐറ്റം ഉണ്ട് പാമ്പിനെ കൊണ്ട് നാമ കൊത്തിക്കുന്നത്. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പൊ കുറെ ഇപ്പോഴൊന്നുമല്ല, ഒരു 10-20 വർഷം മുമ്പ് ഒരു ചന്ദ്രകാന്ത എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട്. അതിലത്തെ ഒരു പെർഫോമൻസ് ഇതേപോലെ പാമ്പിനെ കൊണ്ട് നാമ കൊത്തിച്ചിട്ട് അതും കിക്ക് എടുക്കുന്നത്. ആ സെയിം സാധനം പക്ക അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത്. അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ റോമാഞ്ചിഫിക്കേഷൻ സംഭവങ്ങളാണ്. രംഗങ്ങള് ഒരുപാടുണ്ട് ഹനാൻഷയ്ക്ക്. ആകെ എനിക്കൊരു വിഷമമായിട്ട് തോന്നിയത് ആളെ കൊണ്ട് ഒരു ഡയലോഗ് പോലും പറയിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്കത് തോന്നും വേറെ അതിന്റെ ഒരു വേറെ വശം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ, ഹനാൻഷാക്ക് ഡയലോഗ് ഉണ്ടായിട്ടുണ്ടാവാം. ഇത്ര വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിനെ മുഴുനീള പടത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു ഡയലോഗ് പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഡയലോഗ് ഉണ്ടാവും, കട്ട് ചെയ്ത് പോയതായിരിക്കും. എന്ന് വെച്ചാല് ഹനാൻഷാനൊക്കെ സംബന്ധിച്ച്, ഹനാൻഷൊക്കെ നല്ലൊരു ഗായകൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൗണ്ടിന്റെ ഉടമാണ്. അപ്പൊ ആൾക്ക് ഈ മാസ് പടത്തില് ആളുടെ ആ ക്യൂട്ട് സൗണ്ട് വെച്ചിട്ട് ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അത് ഡബ് ചെയ്യാന്ന് വിചാരിച്ചാല് ടീമുകൾ വിചാരിച്ചിട്ടുണ്ടാവും വേണ്ട വേറൊരാളെ കൊണ്ട് മാസ് സൗണ്ട് ഒക്കെ വെച്ചിട്ട് ഡബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനാൻഷനെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അതിന്റെ പേരിലായിരിക്കാം ഹനാൻഷയുടെ ആ ഡയലോഗുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാമിയോ റോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ ഫിലിമിന്റെ ഒക്കെ ഒരു ബാപ്പുണ്ട്, യൂണിവേഴ്സൽ ക ബാപ്പ് ആളിന് വന്നിട്ടുള്ളത്. അപ്പോ അതില് ക്യാമിയോ വന്നതിൽ തെറ്റില്ല. നമ്മ ഇതിലും വേറൊരു രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല വന്നത്. അതിന് ഈ പ്രൊഡ്യൂസറെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് അവരത് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഒക്കെ എന്നുള്ള രീതിയിൽ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അതായത് ക്യാമിയോ ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മ പ്രേക്ഷകരാണ് അതിനെ കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒക്കെ കാണിച്ച്. മാർക്കോടെ അത്ര സ്വാഗ് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാർക്കോടെ സ്വാഗ് വന്നിട്ടില്ല. പക്ഷെ ആ ഡയറക്ടർ വേറാണ്. അനീഫ തന്നെയാണ് മറ്റേത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആളൊരു സ്റ്റൈലിഷ് ഡയറക്ടറാണ്. ആൾക്ക് എവിടെ ആംഗിൾ എങ്ങനെ വെക്കണം, എങ്ങനെ ആളെ നടത്തിക്കണം എന്നുള്ളത് പക്ക അറിയാം. ആര് വന്നാലും അത് അടിപൊളിയായിരിക്കും, അതിൽ യാതൊരു സംശയവും. അപ്പോ ആ പടവും ഈ പടവും അങ്ങനെ മാർക്കോനെയും കാട്ടാളനെയും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു പുതിയ ഡയറക്ടറാണ്. മറ്റേത് വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിരുന്നു മാർക്കോ ചെയ്തത്. പിന്നെ എടുത്തു പറയാനുള്ളത് ആനകളുടെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് അത് വിദേശത്ത് പോയിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളതൊക്കെ അറിയാൻ കഴിഞ്ഞിരുന്നത്. വീണ്ടും പറയുന്നു, പേരെഴുതി കഴിഞ്ഞാലും ഇറങ്ങിപ്പോവരുത്. സർപ്രൈസ് ഉണ്ട് പടി.